നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് എം ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. DMICയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തർബിയത്ത് കോഴ്സ് സമാപനവും സൗഹൃദ സമ്മേളനവും നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കളനാട് സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷ സമാപന പരിപാടി 30-ന്. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവം സമാപിച്ചു. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് എം ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. ധനമന്ത്രി KM മാണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ ജനങ്ങളെ കൂടെ വിളിക്കുന്നു ഒരു കുടുംബയോഗമായി നമ്മൾ ചേരണം. ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് ആ വാർഡിലെ മുഴുവൻ ആളുകൾ, കേരള കോൺഗ്രസ് അനുഭാവമുള്ള ആളുകളെ മുഴുവൻ ചേർത്തുകൊണ്ടൊരു കുടുംബ സമ്മേളനം. അവിടെ വെച്ച് കേരള കോൺഗ്രസിന്റെ ചരിത്രം, നമുക്ക് ആ ചരിത്ര പാരമ്പര്യം അതിൽ നമുക്ക് അഭിമാനിക്കാം. അവിടെ വെച്ച് അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അവിടെ വെച്ച് ജനകീയ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അവിടെ വെച്ച് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താം. അങ്ങനെ പ്രാദേശിക പ്രശ്നങ്ങൾ പരിശോധിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ വികസനത്തിൻ്റെ ആ ഹൈവേയിലേക്ക്, വികസനത്തിൻ്റെ പൊതുധാരയിലേക്ക് നമ്മുടെ ആളുകളെ, പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ ജീവിതത്തിൻ്റെ പൊതുധാരയിലേക്ക് നയിക്കുന്നതിന്, നമ്മുടെ പ്രദേശത്തെ വികസനത്തിൻ്റെ ഹൈവേയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് ഉള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് മുഴുകണം. കേരള കോൺഗ്രസ് ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിൻ്റെ സൂത്രധാരിത്വം ആ കേരള കോൺഗ്രസ് വഹിക്കണം. അതുകൊണ്ട് സ്നേഹിതരെ, നമുക്ക് ജീവത്തായ ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ നിങ്ങൾ അംഗങ്ങളായതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. UDF ഗവൺമെൻറ് 2 വർഷം പൂർത്തിയാക്കി 3-ാം വർഷത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. UDF ഗവൺമെൻറ് നമ്മുടെ ഭരണം ഇന്ത്യക്കൊരു മാതൃകയല്ലേ? UDF നമുക്ക് ശക്തീകരിക്കണ്ടേ? ചടങ്ങിൽ പാർട്ടി വർക്കിംഗ് ചെയർമാൻ ജലസേചന വകുപ്പ് മന്ത്രി PJ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് MLA, വൈസ് ചെയർമാൻ PC ജോർജ്, ജനറൽ സെക്രട്ടറിമാരായ ജോസ് K മാണി MP, ജോയി എബ്രഹാം MP, ഫ്രാൻസിസ് ജോർജ്, ജില്ലാ പ്രസിഡന്റ് PV മൈക്കിൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെറ്റോ ജോസഫ് തുടങ്ങിയ സംസ്ഥാന ജില്ലാ നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ദാറുൽ മാരിഫ് ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്കുള്ള തർബിയത്ത് കോഴ്സിന്റെ സമാപനവും സൗഹൃദ സമ്മേളനവും സംഘടിപ്പിച്ചു. കാസർഗോഡ് MLA നെല്ലിക്കുന്ന് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെൺകുട്ടികളെ കോളേജ് അയക്കുന്നതിനെ എതിർത്തപ്പോൾ, ആ കാര്യത്തിൽ അവർ വിമത പ്രകടിപ്പിച്ചപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ. ആ കാരണവന്മാർക്ക് ഭ്രാന്താണ്. അവർക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും വിലയും അവർക്കറിയില്ല എന്ന് പറഞ്ഞ് അവരെ അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ. അന്ന് അവരെ ആ കാര്യത്തിൽ പെൺകുട്ടികളെ കോളേജിലേക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നമ്മുടെ കാരണവന്മാരെ അപഹസിച്ച് നമ്മൾ തന്നെ ഇന്ന് പറയാൻ നിർബന്ധിതരായിരിക്കുന്നു. അന്നവർ പറഞ്ഞത് ശരിയാണ് എന്ന്. അന്നവർ നമ്മുടെ കാരണവന്മാർ പറഞ്ഞത് ശരിയാണ് എന്ന് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നാട്ടിലെ ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ കാണുമ്പോൾ, ഇത്തരം ദുഃഖകരമായ വാർത്തകൾ കാണുമ്പോൾ എനിക്ക് രക്ഷിതാക്കന്മാരോട് പറയാൻ തോന്നുന്നു, നിങ്ങൾ ഈ SSLCക്ക് അപ്പുറം നിങ്ങളുടെ പെൺകുട്ടികളെ ഒരു കോളേജിലും അയക്കാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സ് അത് എന്നോട് പറയുകയാണ്. തർബീത്ത് കോഴ്സ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും സമ്മാനങ്ങളും അൽ മഷ്ഹൂർ ഉമർകോയ തങ്ങൾ മാട്ടൂൽ വിതരണം ചെയ്തു. വിശുദ്ധ ഖുർആനിലൂടെ ഒരു ആത്മീയ യാത്ര എന്ന വിഷയം റഹ്മത്തുള്ള സഖാഫി എളമരം അവതരിപ്പിച്ചു. ദാറുൽ മാരിഫ് നടത്തിയ കോഴ്സിൽ ചേർന്ന 56 കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം OP അബ്ദുള്ള സഖാഫി നിർവഹിച്ചു. ദാറുൽ മാരിഫ് പ്രസിഡന്റ് അബ്ദുൽ നാസിർ മാസ്റ്റർ തൊട്ടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് NA ഖാലിദ്, ഡോക്ടർ അബ്ദുള്ള, PA റഹ്മാൻ ഹാജി, കുറ്റിക്കോൽ ഇബ്രാഹിം ഹാജി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ദാറുൽ മാരിഫ് ജനറൽ സെക്രട്ടറി സലീം KMK സ്വാഗതവും വൈസ് പ്രസിഡന്റ് നൌഷാദ് അഹമ്മദ് നന്ദിയും പറഞ്ഞു.
കേരള ഗണക ഗണേശ സഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുതൂർ ദേവിദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അരമങ്ങാനം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബി കെ കൃഷ്ണൻ, സി കെ സതീഷ് കുമാർ, കെ ശശാങ്കൻ, ബി കെ ശ്രീധരൻ, കെ ഹരിചന്ദ്രൻ, യുഷ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഭരതൻ കരപ്പാത്ത് സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ പത്മനാഭൻ നന്ദിയും പറഞ്ഞു. നിലവിലുള്ള സാമുദായിക സംവരണം പുനഃക്രമീകരിച്ച് ജനസംഖ്യാനുപാതികമായി നിർണ്ണയിക്കുക, ദേവസ്വം ബോർഡിലും PSCയിലും കേരള ഗണക ഗണേശ സഭയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ സമുദായത്തിലെ ജ്യോതിഷികളെ ദൈവജ്ഞന്മാരായി നിയമിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു ധർണ. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 100 ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശതവർണ്ണമേളം ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 100 ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശതവർണ്ണമേളത്തിന് തുടക്കമായി. മടിയൻ രാധാകൃഷ്ണമാരാരും മടിയൻ ശ്രീധരമാരാരും ശില്പ രാധാകൃഷ്ണനും ചേർന്നൊരുക്കിയ സോപാന സംഗീതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശതവർണ്ണമേളം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ജില്ലാതല ചിത്രരചനാ മത്സരവും ഒരുക്കിയിട്ടുണ്ട്. പരിപാടിയുടെ ഉദ്ഘാടനം കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. A മോഹനൻ നായർ, M അസൈനാർ, P ദാമോദര പണിക്കർ, അസൈനാർ കല്ലുരാവി, P നാരായണി, സുകുമാരൻ പെരിയച്ചോറ്, രാജേന്ദ്രൻ പുല്ലൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. DV ബാലകൃഷ്ണൻ സ്വാഗതവും KV കുഞ്ഞിക്കണ്ണൻ നന്ദിയും പറഞ്ഞു. 2013 സെപ്റ്റംബറിൽ സമാപന സമ്മേളനത്തോടുകൂടി ഇതിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സമാപ്തി കുറിക്കുകയാണ്. ഈ ഒരു വർഷക്കാലം വിവിധ പരിപാടികൾ വ്യവസായികളുടേത്, കർഷകൻ്റേത്, കർഷക തൊഴിലാളികളുടേത്, സാധാരണക്കാരൻ്റെ വായ്പ എടുക്കുന്നവൻ്റേതൊക്കെ ഓരോ തരത്തിലുള്ള പരിപാടികളാണ് ബാങ്ക് ആസൂത്രണം ചെയ്തിരുന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈകുന്നേരം 3 മണിക്ക് നടന്ന സമാപന സമ്മേളനത്തിൽ കാനായി കുഞ്ഞിരാമൻ ഉപഹാര സമർപ്പണവും സമ്മാനദാനവും നിർവഹിച്ചു. A മോഹനൻ നായർ അധ്യക്ഷത വഹിച്ചു. CK വത്സരൻ, PK നാരായണൻ നായർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പല്ലവ നാരായണൻ സ്വാഗതവും P ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഇനിയൊരു ഇടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ കളക്ടറേറ്റ് ധർണ ആരംഭിച്ചു. ഈ ചന്ദ്രശേഖരൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജ്യത്തിന്റെ വസ്തുവകകളെല്ലാം വിറ്റ് കാശാക്കാനും കഴിയാവുന്ന മേഖലകളിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ, ധാതുസമ്പത്ത് ഉൾപ്പെടെ വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് രാജ്യത്തെ കൊള്ളയടിക്കാനും അതുവഴി അഴിമതി നടത്താനുമുള്ള വലിയൊരു മത്സരമാണ് കേന്ദ്ര ഭരണാധികാരികൾ, മന്ത്രിമാരുൾപ്പെടെയുള്ളവർ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കുക, നദീജല കരാറുകളിൽ കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് LDF സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, KS കുര്യാക്കോസ്, VV രാജൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, MK അബ്ദുള്ള, CH കുഞ്ഞമ്പു, C മൊഹിസീൻ, സുരേഷ് പുതിയടത്ത്, PP കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. LDF കൺവീനർ P രാഘവൻ സ്വാഗതം പറഞ്ഞു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ധർണ. കളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ 100ാം വാർഷികാഘോഷ സമാപന പരിപാടി മെയ് 30 വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടി ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്യും.
ബാങ്ക് പ്രസിഡന്റ് ആർ ഗണേശൻ അധ്യക്ഷത വഹിക്കും. ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ സഹദുള്ള ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. PC രാമൻ കർഷകരെ ആദരിക്കും. മടിക്കൈ കമാരൻ, PM മുഹമ്മദ് ബഷീർ, ജമീല ഷാഫി തുടങ്ങിയവർ സംബന്ധിക്കും. പരിപാടിയുടെ ഭാഗമായി ബാങ്കിൻ്റെ ആദ്യകാല പ്രസിഡന്റുമാരെ ആദരിക്കലും മാതൃകാ കർഷകരെ ആദരിക്കലും SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ആർ ഗണേശൻ, P കുഞ്ഞപ്പ നായർ, V മീനാകുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു. മടിയംകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവം സമാപിച്ചു. തെയ്യങ്ങളുടെ നൃത്തവിലാസത്തിൽ ഭക്തർ മതിമറന്നു. അതിനുമപ്പുറം അവരെ ആശ്ചര്യപ്പെടുത്തിയത് കലശക്കാരന്റെ അപൂർവ പ്രകടനമായിരുന്നു. ക്ഷേത്രപാലകനീശ്വരൻ്റെയും നരയിൽ ഭഗവതിയുടെയും കാളരാത്രി അമ്മയുടെയും അനുഗ്രഹം വാങ്ങി 3 തവണ ക്ഷേത്രം വലം വെച്ച കലശക്കാരൻ ക്ഷേത്രത്തിൻ്റെ പടവുകൾ അനായാസം കയറിയത് അപൂർവ സംഭവമായി പഴമക്കാർ ചൂണ്ടിക്കാട്ടുന്നു. കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് നിന്ന് പെരളി കലശവുമായി എത്തിയ കലശക്കാരൻ തുളിച്ചേരിയിലെ രമേശൻ ക്ഷേത്രപ്രവേശന കവാടത്തിൻ്റെ പടവുകൾ കയറിയപ്പോൾ ഭക്തജനങ്ങൾ ആശ്ചര്യത്തിൻ്റെ ലോകത്തിലായിരുന്നു. കലശത്തട്ടുമായി കലശക്കാരൻ ക്ഷേത്രം വലം വെക്കുന്നത് തന്നെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. വ്രതം നോറ്റെത്തുന്ന കലശക്കാരൻ കലശത്തട്ടുമായി കൂടുതൽ തവണ ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയാൽ ആ ക്ഷേത്രത്തിന് അത് അഭിമാനമാണെന്നും ദൈവകടാക്ഷമുണ്ടെന്നും ഭക്തജനങ്ങൾ കരുതാറുണ്ട്. രമേശൻ തുളിച്ചേരി 3 തവണ ക്ഷേത്രം വലം വെച്ച ശേഷം ആവേശത്തിമിർപ്പോടെ കലശത്തട്ടുമായി ക്ഷേത്രപ്രവേശന കവാടത്തിൻ്റെ ചവിട്ടുപടിയിലേക്ക് കയറുകയായിരുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഇത്തരമൊരു സംഭവം ഇതാദ്യമാണ്. കലശ മഹോത്സവത്തിന് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ ഒഴുകിയെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് എം ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. DMICയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തർബിയത്ത് കോഴ്സ് സമാപനവും സൗഹൃദ സമ്മേളനവും നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. കളനാട് സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷ സമാപന പരിപാടി 30-ന്. മടിയംകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവം സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.